നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എം.എ. ബേബിയെ ശാസിച്ച് പിണറായി വിജയൻ. പിണറായിയുടെ മകൻ വിവേകിന് ED നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ട് ED സമൻസ് അയക്കുകയും ആ സമൻസ് കൈപ്പറ്റാതെ തിരിച്ചയക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട മനോരമ വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ED സമൻസ് അയച്ചിട്ട് പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തതെന്നൊരു പരാമർശം എം.എ. ബേബി നടത്തിയിരുന്നു. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് എം.എ. ബേബി അങ്ങനെ പറഞ്ഞത്. എന്നാൽ ആ മറുപടി അത്ര നിർദോഷമായ മറുപടിയാണെന്ന് പിണറായി വിജയന് തോന്നിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചതും ബേബിക്ക് അവസാനം തിരുത്തേണ്ടി വന്നതും. പിണറായിയുടെ മകൻ വിവേക് കിരണിന് ED നോട്ടീസ് വന്ന കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ED സമൻസ് വന്ന കാര്യം പിണറായി വിജയനോ പാർട്ടിയോ ആരെയും അറിയിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ അത് മറ്റുള്ളവരെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെയൊരു സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 1.5 വർഷത്തിലധികമായി. ഈ ഒരു നോട്ടീസ് ക്ലിഫ് ഹൗസിലേക്ക് വന്നിട്ട് 1.5-2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരക്ഷരം മുഖ്യമന്ത്രി പാർട്ടിയിലോ അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങൾക്കോ മുമ്പിലോ ഒന്നും ഈ വിഷയം മുഖ്യമന്ത്രി ഉന്നയിക്കുകയോ ആരും ഇത് അറിയുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് മനോരമ ഈ വാർത്ത പുറത്തുവിട്ടപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി പട്ടികയിൽ അല്ലെങ്കിൽ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമൻസ് അയച്ചതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും CPM-ഉം മുഖ്യമന്ത്രിയും ഇതുവരെ ഒരക്ഷരം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. CPM സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ഒരക്ഷരം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഇടയ്ക്ക് കയറി അങ്ങനെയൊരു സമൻസ് ED അയച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊരു സംസാരമുണ്ടാക്കിയത്. ഈ ഒരു സമൻസ് അല്ലെങ്കിൽ നോട്ടീസ് വിവേകിന് അയച്ചിട്ട് അത് കാര്യമില്ലെന്ന് കണ്ട് പിൻവലിക്കുകയായിരുന്നുവെന്നാണ് എം.എ. ബേബി പറഞ്ഞത്. ഇത് കൃത്യമായിട്ടും പിണറായി വിജയനുള്ള അടിയാണെന്ന് അദ്ദേഹത്തിനും പാർട്ടിക്കും മനസ്സിലായി. അതുകൊണ്ടാണ് പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചതും ബേബിയോട് ഈ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ എൻ്റെ തനി കോണം കാണേണ്ടി വരുമെന്നും പറഞ്ഞ് പേടിച്ച് വിറങ്ങലിച്ച ബേബി ഉടൻ തന്നെ ആ പ്രസ്താവന തിരുത്തുകയും ചെയ്തു. ഏതായാലും ഈ ബേബിയുടെ പ്രസ്താവന പിണറായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ED വിവേകിന് നോട്ടീസ് അല്ലെങ്കിൽ സമൻസ് അയച്ചു എന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അത് പിണറായി വിജയനെ മനഃപൂർവ്വം പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനെടുത്ത ഒരു അടവായിരുന്നു എന്നാണ് ഇപ്പോൾ പിണറായിയോട് അടുത്ത CPM നേതാക്കളെല്ലാം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ബേബിയോട് പൊട്ടിത്തെറിച്ച് പിണറായി സംസാരിച്ചതും ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊണ്ട് ബേബി അത് തിരുത്തിയതും. ഏതായാലും സമൻസ് അയച്ചു അല്ലെങ്കിൽ സമൻസ് ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ അയച്ചു എന്നുള്ളത് എം.എ. ബേബി തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് CPM-നും പിണറായിക്കും ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കുന്നത്. ബേബിയുടെ ഈ നടപടി തൻ്റെ മുഖത്തേറ്റ അടിയായിട്ടാണ് പിണറായി വിജയൻ കൈ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം ബേബിയോട് പ്രതികരിച്ചു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് പേടിച്ചു വിറച്ച ബേബി ഉടൻ തന്നെ പ്രസ്താവന പിൻവലിക്കുക അല്ലെങ്കിൽ ആ പ്രസ്താവന തിരുത്തുന്ന ഒരു നിലയിലേക്ക് പോയത്. പക്ഷേ ഇതുവരെ UDF-ഓ പ്രതിപക്ഷമോ പോലും ED സമൻസ് അയച്ചു എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത് ഉറപ്പിച്ച് പറയാൻ തയ്യാറാകാതിരിക്കുമ്പോഴാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത് ED അങ്ങനെ ഒരു സമൻസ് അയച്ചിരുന്നു എന്നുള്ളത്. അത് കൃത്യമായിട്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിസന്ധിയിലാക്കാൻ പിന്നിൽ നിന്ന് കുത്താനുള്ള ബേബിയോട് ഒരു തന്ത്രമായിരുന്നുവെന്ന് പിണറായി വിജയൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ബേബിയോട് അടുത്തെങ്ങും പിണറായി വിജയൻ പൊറുക്കില്ല എന്നാണ് CPM നേതാക്കൾ പലരും പറയുന്നത്.